ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ബാക്കി വീഡിയോസ് കാണാം. ഇത് നമ്മൾ മംഗലാപുരം സ്റ്റേഷനിൽ ഇറങ്ങിയപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എടുത്തൊരു 2 ഫോട്ടോസാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്നൊരു 3:30 ട്രെയിൻ. അപ്പം ഞാൻ പറഞ്ഞാൽ കുറേ വർഷങ്ങൾ കാത്തിട്ടുണ്ടായ യാത്രയാണ്. കാരണം ഞാൻ എപ്പം ബുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് നോക്കുമ്പോഴും എപ്പോഴും അത് ഫുള്ളായിരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ബുക്കൊന്നും ചെയ്യാതെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. പെട്ടെന്നുണ്ടായൊരു പ്ലാനിങ് ആയിരുന്നു. ഇതുകൂടെ പ്ലാനൊന്നും ചെയ്തിട്ട് പോയതല്ല. പോകാമെന്ന് തീരുമാനിച്ചു, പോയി. ബാക്കിയൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടില്ലായിരുന്നു. ടിക്കറ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ തിരക്കുണ്ടാകുമോ എന്ന് ഒന്നും. ഒന്നാമത് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഫുള്ള് മഴയാണ്. നല്ല മഴേൻ്റെ സമയത്താണ് ഞങ്ങൾ യാത്രയ്ക്കും തിരിച്ചത്. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം അയ്യോ, എടുത്ത തീരുമാനം തെറ്റായി പോയോ, ഈ മഴയത്ത് ഈ ഒരു യാത്ര അത് ബുദ്ധിമുട്ടാകുമോ എന്നുള്ളൊരു തോന്നൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും പോട്ടേന്ന് വിചാരിച്ച് പോയി. പിന്നെ ഈ ഒരു വഴിയിലൂടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ തുരങ്കത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടത്. ആ ഒരു ഇരുട്ട് നിറഞ്ഞ അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതപ്പോൾ കർണാടക സ്റ്റേറ്റിലേക്ക് കടന്നു. അപ്പം അവിടുത്തെ ഓരോ സ്ഥലപ്പേര് കേട്ടിട്ട് തന്നെ ഞാൻ ആകെ വണ്ടടിച്ച് പോയി. നമുക്ക് അറിയില്ല അതിൻ്റെ അർത്ഥം എന്താണെന്നൊന്നും. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാലോ, ഇവരുമായിട്ട് നമുക്ക് ഒരു കാരണവശാലും സംസാരിച്ച് നിൽക്കാൻ കഴിയില്ല. കാരണം അവർ പറയുന്നത് എന്താണെന്ന് ഒന്നും മനസ്സിലാവില്ല കേട്ടോ. ഭാഷ ഒന്നും മനസ്സിലാവില്ല. ജപ 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 ആ ഒരു ലൈനായിരുന്നു. പിന്നെ നമ്മൾ ഹിന്ദി ഇംഗ്ലീഷ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു വിധത്തിൽ എന്തൊക്കെയോ സംസാരിച്ച് അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരുന്നു കേട്ടോ. ഉടുപ്പിയിൽ വെച്ചിട്ട് ഒരു 2-2.5 മണിക്കൂറോളം എന്തൊക്കെയോ മഴ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ട് കൊണ്ട് ട്രാക്ക് ഒന്ന് പണി മുടക്കിയിരുന്നു. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വളരെയധികം ലേറ്റായി എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇപ്പം വന്ന് ഇറങ്ങിയിട്ടുള്ളത് ബൈന്ദൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാകും നമ്മൾ മൂകാംബികക്കാണ് പോകുന്നത്. എന്തിനാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, എങ്ങനെയായാലും ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പം നമ്മുടെ ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. ചെറിയൊരു റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നല്ല സീനറിയാണ്. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഒരു 30-33 കിലോമീറ്ററോളം പോകാനുണ്ട്. മൂകാംബികയ്ക്ക് പോയവർക്കറിയാം. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓട്ടോ വിളിക്കുമ്പോൾ 700 രൂപയും 800 രൂപയും, ടാക്സി വിളിക്കുമ്പോൾ 1000 രൂപയാണ് അവർ പറഞ്ഞത്. 1000-1200 രൂപ. അപ്പോൾ നമ്മൾ എപ്പോഴും വില പേശു കേട്ടോ. ഇല്ലെങ്കിൽ അവർ നമ്മളെ നന്നായിട്ട് എന്താ പറയുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് മാക്സിമം പൈസ അവർ പറ്റിക്കും. നമ്മളെ പറ്റിക്കാൻ ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനിങ് ഒക്കെ തെറ്റി. ഇന്ന് രാത്രി തൊഴലൊന്നും നടക്കില്ല. ഇനി നാളെയാണ് നമ്മൾ തൊഴാൻ പോകുന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.